ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു അടിപൊളി കൂട്ടാൻ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഇടത്തരം ബീട്രൂട്ടാണ്. അത് നമുക്ക് തൊലി കളഞ്ഞ് ഒന്ന് നുറുക്കിയെടുക്കണം. ഇപ്പോൾ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഒരു 2 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. 2 ഇടത്തരം സവാള മതി. അതും കൂടി കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി തൊണ്ട് കളഞ്ഞത്. അതിന് ശേഷം ഇതിൻ്റെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പച്ചമുളക് അടിയിലാക്കിയിട്ടൊന്ന് മൂടി വെച്ച് അതും ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം ഒരുമാതിരി വെന്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ആറി കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കണം. അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ എന്ന് പറയുന്ന എള്ളെണ്ണ കേട്ടോ. അത് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് കടുകിട്ടു, കുറച്ച് വേപ്പില ഇട്ടു. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ട് എണ്ണയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എള്ളെണ്ണയാണ് ഇതിന് നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം കുറച്ച് ദിവസത്തേക്ക് ഇരിക്കാനാണെങ്കിലും എള്ളെണ്ണയാണുള്ളത്. ഇനി ഇത്രയും ചെറുനാരങ്ങ നീര്, ഞാനിത് 1 മുറി ചെറുനാരങ്ങ, ഒരു നല്ല വലിപ്പമുള്ളൊരു നാരങ്ങയുടെ 1 മുറി പിഴിഞ്ഞതാണ് ഇപ്പം ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തൊക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക്